നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും. ഇതുപോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻ നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകും. പലപ്പോഴും ഏതെങ്കിലും അത്യാവശ്യമായി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചെടുക്കാമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. സാധാരണ വാട്സപ്പ് മെസ്സേജുകളും ചാറ്റുകളൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിലും ഇവിടെ നോട്ടിഫിക്കേഷനിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പ്രത്യേകിച്ച് സൗകര്യമില്ല. കാരണം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് അത് വന്ന നോട്ടിഫിക്കേഷൻ മെസ്സേജൊക്കെ കാണാൻ സാധിക്കും. അതെങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഹിസ്റ്ററി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് വാട്സപ്പിലൊരു വോയിസ് വന്നിട്ടുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. ഞാനത് ക്ലിയർ ചെയ്തിട്ടില്ല. ഇനി ക്ലിയർ ചെയ്താലും എന്താ ഞാനിവിടെ ക്ലിയർ ചെയ്തു. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലുള്ള മുഴുവൻ മെസ്സേജ് ഞാൻ ഇതുപോലെ ക്ലിയർ ചെയ്തു. ഇനി ഇവിടെ വന്നാലും നമുക്ക് ആ വാട്സപ്പിലെ വോയിസ് ഇവിടെ കാണാൻ സാധിക്കും. വോയിസ് കേൾക്കാൻ സാധിക്കില്ല. ആ വോയിസ് ആരാണ് അയച്ചത് എന്നും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ കാണും. താഴെ ഭാഗത്തേക്ക് വന്നാൽ വാട്സപ്പിനായിട്ട് പ്രത്യേകം ഒരു വാട്സപ്പിൻ്റെ ആപ്പ് കാണും. ഇവിടെ ഈ താഴെ ഭാഗത്തുള്ള അരമാർക്ക് ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിൽ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ ചാറ്റുകളുടെയും ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ഇവിടെ നിന്ന് വായിക്കാൻ സാധിക്കും. വോയിസ് മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വായിക്കാൻ സാധിക്കില്ല. ഗൂഗിൾ പേയിൽ വന്ന നോട്ടിഫിക്കേഷൻസ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ആപ്പുകളുടെയും ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഇവിടെ നിന്ന് കാണാനും വായിച്ചെടുക്കാനും സാധിക്കും. ഇനി ഏതെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ പേക്കകത്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിവിടെ ഒരു റിവാർഡാണ്. അത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാനൊക്കെ ഇവിടെ സാധിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി സെറ്റിങ്സിൽ വെച്ച് കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.